സച്ചി ജോലി അന്വേഷിച്ച് റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സച്ചിക്ക് അറിയുന്ന ഒരാൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അയാൾ സച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. അതിന് പറയും ഞാനിവിടെ ആണെങ്കിൽ ഒരാളെ തന്നെ ജോലിക്ക് അന്വേഷിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ആകെ സന്തോഷം. അപ്പോൾ സച്ചി പറയും എന്ത് ജോലിയാണ് ചോദിക്കും. പറയും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു 30ഓളം കാറുകൾ കഴുകാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് ഒരാളെ തപ്പാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. നിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. അപ്പോൾ സച്ചി ചോദിക്കും ശമ്പളമൊക്കെ എങ്ങനെയാണ് ചോദിക്കും. അപ്പോൾ പറയും ഒരു കാറിന് 1000 രൂപ വെച്ച് മാസം 30,000 രൂപ കിട്ടും എന്ന് പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയും ഞാൻ വരാം ആ ജോലിക്ക്, എനിക്ക് ജോലി ആവശ്യമുണ്ട് പറയും. നീയോ നിനക്കതിന് സ്വന്തമായിട്ടൊരു കാറൊക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാ നീ അതിന് വരണേ ചോദിക്കുമ്പോൾ ഇപ്പം അതൊന്നും ഇല്ല ചേട്ടാ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയും. അങ്ങനെ എന്നാൽ നിന്നെ ആണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതന്നല്ലേ, നീ വായോ എന്ന് പറഞ്ഞിട്ട് വേഗം അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകാം. എന്നിട്ട് വേഗം തന്നെ സച്ചിക്ക് ജോലി കൊടുക്കും. അപ്പോൾ ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തോളാൻ സച്ചിയോട് പറയും. രേവതി ആണെങ്കിൽ ആ പണയക്കട അടച്ചത് കണ്ടിട്ട് അനിയനെ വിളിക്കുകയാണ്. അങ്ങനെ ശരത്ത് വന്നിട്ട് ശരത്ത് ബൈക്കുമ്മലാവും വരുന്നുണ്ടാവും. ഇത് ആരുടെ ബൈക്കാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാന്ന് പറയുമ്പോൾ നീ എന്തിനാ ഫ്രണ്ടിൻ്റെ ബൈക്കൊക്കെ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി പറയും. ഇപ്പോൾ ചേച്ചി വിളിച്ച കാര്യം പറയും, അല്ലാണ്ട് എന്നോട് ചൂടാവാതെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും നീ എവിടെന്നെങ്കിലും എനിക്ക് ഈ വളയൊന്ന് പണയപ്പെടുത്തി തരുമോ ചോദിക്കും. അപ്പോൾ എന്തിനാ വള പണയപ്പെടുത്തണേ, വീണ്ടും സച്ചേട്ടൻ്റെ അമ്മ ചേച്ചീനെ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുണ്ടോ ചോദിക്കും. അപ്പോൾ അതൊന്നുമില്ല, ഇതെനിക്ക് വേറെ അത്യാവശ്യത്തിനാണ്. അപ്പോൾ സച്ചേട്ടനോട് ചോദിച്ചുകൂടെ ചോദിക്കുമ്പോൾ സച്ചേട്ടൻ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ ശരത്ത് വേഗം തന്നെ ആ വള കൊണ്ടുപോയിട്ട് ശരത്തിൻ്റെ ആ അറിയുന്ന ആളുടെ കടയിൽ നിന്ന് പോയിട്ട് പൈസ വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രേവതിക്ക് തിരിച്ച് പൈസ കൊടുക്കും. അങ്ങനെ രേവതി എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വരികയാണ്. അപ്പോൾ സച്ചി ചോദിക്കും സാധനങ്ങളൊക്കെ വാങ്ങിയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും വാങ്ങി, അല്ലാണ്ട് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും ഞാൻ 2 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്നോ, അപ്പോൾ നീ തന്ന പൈസ എന്ന് പറഞ്ഞിട്ട് രേവതി ഇവിടെ 10,000 രൂപ ഏൽപ്പിച്ചുല്ലോ, അപ്പോൾ ഇവളത് ആരുടെയും കയ്യിൽ നിന്ന് കട്ടെടുത്തതാണോ, നീ കട്ടെടുക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ അങ്ങനെ കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ സച്ചി പറയും ഇല്ല ഞാൻ തന്നെയാണ് പൈസ കൊടുത്തത്, ഞാൻ അടവടയ്ക്കാൻ കൊടുത്ത പൈസ എടുത്തിട്ട് നീ ചിലവിന് എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കും സച്ചി വെറുതെ. അപ്പോൾ രേവതി പറയും അമ്മയുടെ കളിയാക്കലും പരിഹാസം സഹിക്കാൻ പറ്റാതെയാണെന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.